പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് താൻ കരുതുന്നില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ച് പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മളിങ്ങ് എടുക്കാൻ പോവുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അധ്യക്ഷ പദവി രാജീവിന് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ താൻ അങ്ങനെ കരുതുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് തനിക്ക് നന്നായി അറിയാമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണിത്. പല ഘട്ടങ്ങളിലും നമ്മൾ അത് കണ്ടതാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിന് സുരേന്ദ്രൻ ബാറ്റൻ കൈമാറിയ നിമിഷം സൈദ്ധാന്തിക വിപ്ലവത്തിലേക്ക് വളർന്നു. ഇതവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയുള്ളൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്തം അഭിമാനകരവും സന്തോഷകരവുമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പുതിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച പാർട്ടിക്കും നേതാക്കൾക്കും നന്ദിയും അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് സീനിയർ നേതാക്കൾക്ക് പകരം ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷരാകുന്നത്. രണ്ടാം മോദി സർക്കാരിൽ IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ മുന്നിലുള്ളത് പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവ് ശശി തരൂരിനോട് 16,077 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ച രാജീവ് ചന്ദ്രശേഖറിന് തൃശൂരിലാണ് കുടുംബവേരുകൾ. ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും ചന്ദ്രശേഖറിനെ സ്ഥാനമേൽപ്പിച്ച ശേഷം പ്രഹ്ലാദ് ജോഷി പറയുകയുണ്ടായി. അതേസമയം കേരളം BJPക്ക് ബാലികേറാമലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്നാണ് സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത്. BJP കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറിയിട്ടുണ്ട്. ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. രാജീവ് എന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത ബിസിനസ്സുകാരന് പാർട്ടി അധ്യക്ഷ സ്ഥാനം നൽകുമ്പോൾ അതിൽ ബുദ്ധിപരമായ നീക്കമുണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായമുയരുന്നു. ബൂത്ത് തലം മുതൽ ജില്ല വരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കിയ ശേഷമുള്ള കേന്ദ്രത്തിന്റെ ഈ തീരുമാനം വിജയിക്കുമോ എന്ന ചർച്ചയും പാർട്ടിക്കുള്ളിൽ എരിഞ്ഞു പുകയുന്നുണ്ട്. ഗ്രൂപ്പുകളെല്ലാം കൂടി പിന്തുണ നൽകിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് സുരേന്ദ്രനെ തന്നെ അവസ്ഥയാകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ പുതിയ മാറ്റം BJPക്ക് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.